എരമല്ലൂർ, വടതല. വടതല അബ്രാർ കോളേജ് ഇമാത്തോ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അരുക്കുറ്റി വടതല അബ്രാർ കോളേജ് സംഘടിപ്പിച്ച ഇമാത്തോ 2K24 ശുചീകരണ പ്രവർത്തന പരിപാടി വടതല ജംഗ്ഷനിൽ നിന്നും നെതുവത്തൂർ നഗർ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കുറ്റിച്ചെടികളും റോഡിലേക്ക് നീണ്ടുകിടന്ന വാഹനങ്ങൾക്ക് പോകാൻ അസൗകര്യമായി കിടന്ന മരക്കൊമ്പുകളും വഴിയരികിൽ കിറ്റുകളിൽ നിറച്ചുകൊണ്ട് വന്നിട്ട കുപ്പിച്ചിലുകളും വഴിയരികിൽ കൂട്ടിയിട്ട ചവറുകൾ, തീയിട്ട ചാരം, ചാക്കോളിൽ നിറച്ച പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയ എല്ലാം ഒഴിവാക്കി പൂർണ്ണമായും ക്ലീൻ ചെയ്തു. വഴിയിൽ നിന്നും ഉപദ്രവങ്ങൾ മാറ്റുക എന്ന പ്രവാചക വചനം അബ്രാർ കോളേജ് വിദ്യാർത്ഥികൾ ചെയ്തു മാതൃകയായി. രാവിലെ 6:30 തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങൾ 11:30 വരെ നടന്നു. കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും 5 ടീമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇതുപോലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് അബ്രാർ ട്രസ്റ്റ് ചെയർമാൻ MD മുഹമ്മദ് മൗലവി പറഞ്ഞു. ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒന്നാണ് ഇമാത്തത്തുല്ലദാനി തരീഖ്. മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴികളിൽ നിന്ന് കല്ല്, മുള്ള്, മറ്റു ഉപദ്രവകാരികളായ വസ്തുക്കളെയൊക്കെ നീക്കം ചെയ്ത് സുഗമമായ പാത ഒരുക്കുക എന്നുള്ളത്. നമുക്ക് പണം കൊണ്ട് ധർമ്മം ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനിക്ക് 360 നന്മകളുണ്ട് ഒരു ദിവസത്തിൽ ചെയ്യാൻ. അവരുടെ ശരീരത്തിന്റെ ജോയിന്റിന്റെ എണ്ണമാണെന്നാണ് വ്യാഖ്യാതാക്കൾ വിവരിച്ചത്. 360. നമ്മുടെ ഓരോ ജോയിന്റുകളും പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ 360. അപ്പൊ 360 നന്മ, ഓരോ ജോയിന്റിലും ഓരോ നന്മ വെച്ച് ഒരു മനുഷ്യൻ പ്രവർത്തിക്കണം. വീടും സ്ഥാപനങ്ങളും പരിസരവും വഴികളും വൃത്തിയായാൽ ഗ്രാമം വൃത്തിയാവും, ഗ്രാമങ്ങൾ വൃത്തിയായാൽ രാജ്യം വൃത്തിയാവും. അതിന് ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒന്നിച്ചിറങ്ങി പ്രവർത്തിച്ചാൽ പ്രകൃതി സംരക്ഷണം കൂടിയാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ലീൻ അരുക്കുറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്റർ PM സുബൈർ മാഷ് അരുക്കുറ്റി പറഞ്ഞു. ക്ലീനിംഗ് പ്രവർത്തനങ്ങൾ സെക്രട്ടറി ഷിഹാബുദ്ദീൻ മൗലവി, വൈസ് പ്രിൻസിപ്പൽ PK സെയ്ദ് മുഹമ്മദ് മൗലവി, PP ജമാലുദ്ദീൻ മൗലവി, ടീം ക്യാപ്റ്റൻ ഖലീൽ റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് മെമ്പർ അനീസ് NK ആശംസകൾ നേർന്നു. പക്ഷേ അബ്രാർ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം അവരുടെ രക്ഷിതാക്കളും ചേർന്നുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. നാട്ടിലെ ഒരുപാട് വ്യക്തിത്വങ്ങളും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അരുക്കുറ്റി.